ഹലോ, നമ്മുടെ യാരബേബിന്റെ ഫസ്റ്റ് ഇതാണ് കേട്ടോ. മാഷാഅല്ലാ, യാരബേബി വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ യാരബേബിക്ക് മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റസ മെഹന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കുറച്ച് മെഹന്തി ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാരബേബിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. മൈലാഞ്ചി കാണണ്ട് പൊന്നാ, മൈലാഞ്ചി കാണണ്ട് പൊന്ന് കാണിച്ചു. നോക്ക് നോക്ക്, മൈലാഞ്ചി കണ്ടോ? മെഹന്തി കണ്ടോ? അയ്യോ വായിക്കണല്ലോ. മൈലാഞ്ചി അമ്മ മൈലാഞ്ചി തരട്ടാ. യാരബേബിനെ ഉറക്കിയിട്ട് മൈലാഞ്ചി തരട്ടോ. അപ്പൊ ആദ്യം നമുക്ക് യാരബേബിനെ ഉറക്കണം, എന്നാലേ ശരിക്കും ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അവളെ ഉറക്കിയിട്ട് തരാട്ടോ. യാരബേബിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്. ബെഡിൽ കിടത്തി ഉറക്കിയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നത്. ഉറക്കി ബെഡിൽ കിടത്തുമ്പോഴേക്കുള്ള എണീക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ അവൾക്കൊരു കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തു. ആദ്യം ഞാനൊരു സിമ്പിൾ ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതല്ലേ ഒന്ന് കളറാവട്ടെ എന്ന് വിചാരിച്ച് കയ്യിൽ ഫുള്ള് ഇട്ട് കൊടുത്തു. പക്ഷേ ആദ്യത്തെ ഡിസൈനിൻ്റെ മതിയായിരുന്നു എന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഭംഗിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ, കുഞ്ഞി കയ്യിൽ ഫുള്ള് ചുവന്ന് കിടക്കുമ്പോൾ അത് പ്രത്യേക രസമല്ലേ. ഓളോ ഉറക്കത്തിൽ കൈ ആകെ മടക്കി ചുരുട്ടി മൈലാഞ്ചിട്ടതൊക്കെ ഫുള്ള് പെരത്തായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യത്തെ ഡിസൈനിനെ മതിയായിരുന്നു എന്നായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് പെരത്തിയാലോ, പണ്ടുള്ള പോലെ ഇടണ പോലെ ആവട്ടെ എന്ന് കരുതി. പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. കഷ്ടപ്പെട്ട് ഇട്ട് കൊടുത്തതല്ലേ, കിടക്കട്ടെ. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല. പിന്നെ വലത്തെ കയ്യിലും ഈദ് മുബാറക് എന്നൊക്കെ എഴുതിയിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാ, എനിക്ക് നല്ല ഇഷ്ടമായി. സ്റ്റേജിന് വന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. മെഹന്തി ഓർഗാനിക് ആയതുകൊണ്ട് മാത്രം കേട്ടോ യാരബേബിക്ക് മെഹന്തി യൂസ് ചെയ്ത് കൊടുത്തത്. ഹോം മെയ്ഡായിട്ട് ചെയ്തതല്ലേ, കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് മാത്രം യൂസ് ചെയ്ത് കൊടുത്തതാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കൂല. റസ മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാട്ടോ നമുക്കിത് സെൻഡ് ചെയ്തത്. 3 നെയിൽ കോണും 5 ഹാൻഡ് കോണും അതിനുണ്ടായിട്ടുണ്ടായിരുന്നത്. യാരബേബിൻ്റെ കയ്യിൽ ആകെ കുറച്ച് സമയം മാത്രം മെഹന്തി വെച്ചിട്ടുള്ളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളനെ തട്ടി കളഞ്ഞിട്ടുണ്ട്. യാരബേബിനെ ഉറക്കിയിട്ട് ഞാനും മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. 1 hour കൊണ്ടൊക്കെ ഞാനും കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെയിനാണിത്. കഴുകി കളഞ്ഞപ്പോഴത്തെ മെഹന്തിൻ്റെ സ്റ്റെയിനാണിത്. അങ്ങനെ ഈ റമദാനിലെ അവസാനത്തെ നോമ്പും കഴിഞ്ഞ് ചെറിയ പെരുന്നാളായി. എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ രാത്രി ഇപ്പോൾ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. യാരബേബിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ അതൊക്കെ. ഓളാണെങ്കിൽ ഒക്കെ നല്ല അന്തം വിട്ടുന്നത് നോക്കി കാണുന്നുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഓൾ പേടിക്കുമെന്ന്. പക്ഷെ ഓൾക്കൊരു പേടിയില്ലായിരുന്നു. ഓള് ചിരിച്ചത് നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാ പെരുന്നാളും സ്പെഷ്യലാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്യുമെങ്കിലും ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഇച്ചിരി മധുരം കൂടുതലാണ്. യാരബേബി വന്നതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഒരുപാട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. ആകെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, അവളുടെ ഫസ്റ്റത്തെ ഇതിന് അവളുടെ പപ്പ കൂടെ ഉണ്ടായില്ല. സാരല്ല, ഇൻഷാ അല്ലാ അടുത്ത ഇതിന് ഒരുമിച്ചാവാൻ പറ്റട്ടെ. യാരബേബിനെ നേരത്തെ കിടത്തി ഉറക്കി രാവിലെ നേരത്തെ എണീപ്പിക്കണം. അപ്പോൾ ഗൈസ്, വൺസ് അഗെയിൻ എൻ്റെയും യാരബേബിൻ്റെ പപ്പൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും വക എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.